മ്യൂസിക് ഡയറക്ടർ ഇൻസ്പിറേഷൻ കിട്ടാൻ എന്താ ചെയ്യാ? പാട്ടുകൾ കേൾക്കുക, ഡെയിലി പാട്ടുകൾ കേൾക്കുക, അത് ആർട്ടിസ്റ്റിനെ ഫോളോ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ കേൾക്കുക, ഇന്റർവ്യൂസ് കാണുക, ദാറ്റ്സ് വാട്ട് ഐ ഡു. ആൻഡ് സിനിമകൾ കാണുക. എനിക്ക് സിനിമകൾ അല്ലെ പുതിയ സീരീസ് ഒക്കെ കാണുമ്പോൾ സ്കോറിൽ ഭയങ്കര ഐഡിയാസ് കിട്ടും. നിയോൺ റൈഡ് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ബേബി ഹിന്ദിയിൽ റാപ്പ് ചെയ്യുന്നത്. ബേബിനെ കൊണ്ടുവരാൻ കാരണം എന്തായിരുന്നു? റാപ്പ് എലമെന്റ് എപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. ഐ തിങ്ക് വെരി ഏർലി ഓൺ ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ പടങ്ങളിലും. രണത്തിന് മുമ്പും എൻ്റെ ആൽബത്തിലും ഒക്കെ. തിങ്ക് ഇറ്റ്സ് എ പ്യൂറസ്റ്റ് വേ ഓഫ് റെപ്രസെന്റിങ് എ വിഷൻ. ഒരു തോട്ട് ഏറ്റവും നന്നായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയ റാപ്പിലല്ലേ. തുടരും എന്താ റാപ്പ് വെക്കാൻ ഞാൻ ആക്ച്വലി മനഃപൂർവ്വം വെക്കാറുണ്ട്. ഐ റിയാക്ട് ടു ദ സീൻ, ബട്ട് വോക്കലായിട്ടാണ് ഞാൻ എപ്പോഴും എല്ലാ സീനും ഐ ജസ്റ്റ് കമ്പോസ് ചെയ്താൽ അതിന്റെ എന്തെങ്കിലും നോട്ട്സ് എന്തെങ്കിലും വായിക്കും, കോഡ്സ് ഇടും, ഫ്ലോ ആയിട്ട് പോവേ. ഡാപ്സിയുടെ ഷിയർ എനർജി ആൻഡ് ദ റെസ്പെക്ട്. ഡാപ്സി ഇത്രയും സെലിബ്രേറ്റഡ് ആയിട്ടൊരു ആർട്ടിസ്റ്റാണ്. ബട്ട് വെൻ ഹി കംസ് ടു സ്റ്റുഡിയോ നമുക്ക് തരുന്ന ഡാപ്സി ആ ഇമ്പോർട്ടൻസ് എന്താ കരുതലുണ്ടല്ലോ. അയ്യോ, രണൻ 2 വരുവാണെങ്കിൽ ഇതിന്റെ ഒരു റീമിക്സ് വെർഷൻ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. വിലായത്ത് ബുദ്ധിയാണ് വേറൊരു പ്രോജക്റ്റ്. ഞങ്ങൾ മറയൂർ ആക്ച്വലി 2022 വി ഹാഡ് ഗോൺ ദ ഒരു എക്സ്റ്റെൻസീവ് റെക്കോർഡിംഗ് സെഷൻ, ഒരു ഫുൾ ഡേ. അവിടുത്തെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ റെക്കോർഡ് ചെയ്ത് എൻ്റെ കയ്യിൽ അതിന്റെ ലൈബ്രറി ഉണ്ട്. ഇനി പടം കാണുമ്പോഴാണ് അത് അവിടുത്തെ ആർട്ടിസ്റ്റുകൾ, ഇൻസ്ട്രുമെന്റ്സ്, സിംഗേഴ്സ്, ഫോക്ക് മ്യൂസീഷ്യൻസ് എല്ലാവരും റെക്കോർഡ് ചെയ്തു. നഹാസിന്റെ ഒരു വിഷൻ, വി ആർ സ്റ്റാൻഡിങ് വിത്ത് ഹിം. ഹീസ് അസംബിൾഡ് എ ഗുഡ് ടെക്നിക്കൽ ടീം. ആൻഡ് യുനോ ദുൽഖർ ബീങ് ദ സ്റ്റാർ ഈസ് എന്തായിരിക്കും എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് അറിയാൻ. വി വോണ്ട് ടു ഫോക്കസ് ഓൺ തെലുഗു, വി വോണ്ട് ടു ഫോക്കസ് ഓൺ ദ തമിഴ് ഓഡിയൻസ്, വി വോണ്ട്. അപ്പം എല്ലാ അവിടുത്തെ ഉള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിച്ച് അങ്ങനെ ഒരു കമ്പൈൻഡ് ആയിട്ടൊരു പരിപാടി ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കുറെ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറെ റാപ്പേഴ്സ് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. പൊളിക്കോ with RJ Rafi. നമ്മൾ ഇൻട്രോ മ്യൂസിക്കിലേക്ക് പോകാൻ പോകുന്നത് ഞാൻ ജെക്സ് ബിജോയ്ക്ക് വേണ്ടിയിട്ട്. ഗസ് ചെയ്യാൻ പറ്റുമോ? നിയോൺ റൈഡ് ഇതിലാ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അത് ആ വോയിസ് ഞാൻ ഭയങ്കര വേർബോസ് ലൈക്ക് കമ്പോസ് ചെയ്യുമ്പോഴും ഞാൻ സീൻ കമ്പോസ് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. ബട്ട് ഇപ്പൊ ഞാൻ വളരെ ക്ലോസ് ആയാലും ഐ പ്ലേ ഞാൻ കീബോർഡ് കാണും, മൈക്ക് കാണും, എൻ്റെ കൂടെ അസിസ്റ്റന്റ് കാണും. അപ്പം ഭയങ്കര ഐ റിയാക്ട് ടു ദ സീൻ, ബട്ട് വോക്കലായിട്ടാണ് ഞാൻ എപ്പോഴും എല്ലാ സീനും ഐ ജസ്റ്റ് കമ്പോസ് ചെയ്താൽ അതിന്റെ എന്തെങ്കിലും നോട്ട്സ് എന്തെങ്കിലും വായിക്കും, കോഡ്സ് ഇടും, ഫ്ലോ ആയിട്ട് പോവേ. അപ്പൊ അങ്ങനെ ഈ എക്സൈറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അങ്ങനെ വന്ന് അത് കട്ട് ചെയ്ത് പ്ലേസ് ചെയ്തു. സോ ദാറ്റ്സ് വാട്ട് ഐ ജസ്റ്റ് ടെൻഡ് ടു എൻ്റെ ആ എനർജി ഒന്ന് എക്സിബിറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ആസ് എ കോമൺ മാൻ നമുക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബീജി എന്നൊക്കെ നമുക്ക് നമുക്കത് കിട്ടുന്നത് അതുകൊണ്ടാണ്. എനിക്കൊന്നും ജെക്സ് അങ്ങനെയാണ് അതാണ് ഹുക്കായത്. അങ്ങനത്തെ ഇയർ ക്യാൻഡീസ് ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പാട്ടിൻ്റെ പ്രോഗ്രഷനിൽ നമ്മളൊരു വേഴ്സൊക്കെ കഴിയുമ്പോൾ അല്ലെ ഒരു 8 ബാർ കഴിഞ്ഞാൽ അടുത്ത ബാറിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനം ഇട്ട് കൊടുത്താൽ സബ് കോൺഷ്യസിൽ അത് തന്നെ കേൾക്കും. ഇപ്പൊ റാഫി ഇതല്ല നോട്ട് ചെയ്തു, അതിന്റെ പിന്നീട് വേറെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നോണ്ടായിരിക്കും ചിലപ്പം കോമൺ മാന്റെ വായിലും ആ മ്യൂസിക്. കാരണം ഞാൻ ഭയങ്കര മെലോഡിക് ആയിട്ടാ തീംസ് ഒക്കെ ഭയങ്കര ഇപ്പം എനിക്ക് പാടാൻ പറ്റണം അത്. സോ ഐ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ്സ് മെലോഡിക്. ഇപ്പൊ അതല്ലാതെ തീമാറ്റിക് ആയിട്ട് കമ്പോസ് ചെയ്യുമ്പം എനിക്കൊരു ഫുൾഫിൽമെന്റ് കിട്ടില്ല. ബട്ട് ഐ തിങ്ക് അതും ഒരു ഗ്രേറ്റ് വേ ഓഫ് ട്രൈ. എനിക്ക് ടെൻഷൻ അത് അയ്യോ അത് മതിയാന്നുള്ളത്. ബട്ട് ഇപ്പം എന്താ പറയുക, ഒരു സോളിഡ് തീം ഉണ്ടെങ്കിൽ ഐ എം മോർ ഹാപ്പി ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് ക്ലീൻ, ലൈക്ക് ദ കിങ് ഹസ് അറൈവ്ഡ് എന്നുള്ളൊരു. സോ ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ അങ്ങനെ like I sing and compose, that's what it is. ഇത് വൈറലായി ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലൊക്കെ എടുത്ത് ഉപയോഗിച്ച സാധനമാണ് നിയോൺ റൈഡ് എന്ന് പറയുന്നത്. നിയോൺ റൈഡിന്റെ കഥയും ലൈക്ക് വി പ്ലാൻഡ് ആസ് എ പ്രൊമോ സോങ്. പ്രൊമോ സോങ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് അത് മാർട്ടിൻ ചേട്ടൻ ആ പടത്തിന്റെ സെക്കൻഡ് ഹാഫിൽ ഈ ബാംഗ്ലൂരിലോട്ട് ഓഫീസിൽ പോവാണ്. അപ്പൊ ജെയ്സ് ഇതൊന്ന് അവിടെ വെച്ച് നോക്കി, അയ്യോ പറ്റില്ല എന്റെ പ്രൊമോ സോങ് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വെച്ച് നോക്കും. പക്കരുത് വെച്ച് മാർട്ടിൻ ചേട്ടൻ പറഞ്ഞു
ഇനി സെക്കൻഡ് ഹാഫ് താൻ നോക്കണ്ട, സെറ്റാണ്. പുള്ളി എഴുതിട്ട് പോയി. മാട്ടിച്ചാൻ അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ കൂടുതൽ ഈ ജസ്റ്റ് പ്ലേസ് ദർ വെന്റ്. ഭയങ്കരമായിട്ട് സെക്കൻഡ് ഹാഫ് അങ്ങ് എലവേറ്റ് ആയി. എൻ്റെ പ്രൊമോ സോങ് ബട്ട് ഇറ്റ് ഡിഡ് ഗുഡ്. വി ഡിഡ് ദ പ്രൊമോ സോങ് ഓൾസോ. ഞാൻ ബേബിയോട് പറഞ്ഞു, ബേബി ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ ഈ കെയിം. അപ്പോൾ ആ പടത്തിൻ്റെ വിഷ്വലും ബേബിജീൻ്റെ ഫുട്ടേജും കൂടെ മിക്സ് ചെയ്തിട്ട് ഇറ്റ് സെർവ്ഡ് ബോത്ത് ദ പർപ്പസ്. അതാണ് അതിൻ്റെ സംഭവം. ബേബിജീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് റീസെൻ്റ്ലി ബേബിജീൻ്റെ വോയിസിൽ ഒരു ഹിന്ദി പാട്ട് കേട്ടു, ദേവ. ഭയങ്കര ഫീലാണ് ബേബി ഇത് പാടുമ്പോൾ. ബേബി ഹിന്ദിയിൽ റാപ്പ് ചെയ്യുന്നു. ബേബിനെ കൊണ്ടുവരാൻ കാരണം എന്തായിരുന്നു ഹിന്ദിയിലേക്ക്? ഷാഹിദിന് ബേബിയുടെ സോങ്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ ഐ മീൻ ഷാഹിദ് കായ്ക്കായൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ആക്ച്വലി കരുതുന്ന ഞാൻ മല്ലു സ്കോറിങ് ഹിന്ദി ഫിലിം, ലെറ്റ്സ് ഗെറ്റ് ആർ ആർട്ടിസ്റ്റ്, അതല്ലേ നമ്മൾ ആദ്യം ചിന്തിക്കില്ല. ആക്ച്വലി അതിനകത്ത് ഹിന്ദി അല്ല, അതിനകത്ത് ഞങ്ങൾ മറാത്തി റാപ്പ് യൂസ് ചെയ്തത്. ഭയങ്കര ഐ ഡിഡ്ന്റ് ഫോളോ എനി ഓഫ് ദ കൺവെൻഷൻസ്. ആൻഡ് ഇത് വളരെ ക്രൂഷ്യലായിട്ടൊരു ഒരു പോയിന്റിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഷായത് ഹൈ സ്പീഡ് ഷോട്ടിൽ ഗണ്ണൊക്കെ എടുത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് വരുമ്പോൾ ബേബിയുടെ പടക്കുന്നത് ഇറ്റ് ഗേവ് ദാറ്റ് വൈബ്. ആൻഡ് റോഷൻ ചേട്ടൻ കേട്ടതോടെ ഒന്നും മാറ്റണ്ട, ഇതാണ് സാധനം. സോ ഐ തിങ്ക് അതാ നമ്മുടെ ആ ഒരു ആർട്ടിസ്റ്റ് ഐ തിങ്ക് വി ഷുഡ് റെപ്രസെൻറ്റ് ആസ് എ കമ്പോസർ. ഞാൻ പുറത്ത് പോകുമ്പോഴും ദാറ്റ്സ് വാട്ട് ഐ ട്രൈ ടു ഡു. നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളത്. ആൻഡ് ബേബി വന്നു പാടി ആൻഡ് എവരിബഡി ലവ്ഡ് ഇറ്റ്. ഷാഹിദ് ലൈക്ഡ് ഇറ്റ് എ ലോട്ട്. ബോളിവുഡ് ഫീഡ്ബാക്ക് എന്തായിരുന്നു ബേബിക്കൊക്കെ? കിഡിലായിരുന്നു. ആൻഡ് ഈ ഗോട്ട് കോൾസ് ഫ്രം ആർട്ടിസ്റ്റായിട്ട് പെർഫോം ചെയ്യാനൊക്കെ കോൾസ് വന്നു. ദാറ്റ് വൺ സോങ് ദേവ ആപ്നെ മർജി സെ മാലിക് എന്ന് പറഞ്ഞ ഭയങ്കര ശ്രേയാസ് എന്ന് പറഞ്ഞ ഒരു മറാത്തി റാപ്പറാണ്. ദീസ് ടു ഗൈസ് നല്ലതായിട്ട് കോംപ്ലിമെൻറ്റ് ത്രൂ ഔട്ട് ദ സ്കോർ അവരെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എനിക്ക് മ്യൂസിക്കിന് കിട്ടിയ റെസ്പോൺസ് എപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. ഐ തിങ്ക് വെരി ഏർലി ഓൺ ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ പടങ്ങളിലും. രണത്തിന് മുമ്പും എൻ്റെ ആൽബത്തിലും ഒക്കെ. ഐ തിങ്ക് ഇറ്റ്സ് എ പ്യോറസ്റ്റ് വേ ഓഫ് റെപ്രസെൻറ്റിങ് എ വിഷൻ. ഒരു തോട്ട് ഏറ്റവും നന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയ റാപ്പിലല്ലേ. തുടരും എന്താ റാപ്പ് വെക്കാൻ ഞാൻ ആക്ച്വലി മനഃപൂർവ്വം വെക്കാറുണ്ട്. തരണം വേണ്ടാന്ന് തോന്നി. ഒരു ഐ തിങ്ക് അത് വേണ്ട എന്നുള്ളൊരു, കാരണം ഇതിൻ്റെ സെറ്റിങ് ഇങ്ങനെ റൂട്ടഡ് ആൻഡ് റോ ആയതുകൊണ്ട്. റാപ്പിന്റെ കാലമാണ്, എന്താ വെക്കാന്ന് ഞാൻ ആലോചിച്ച്. ഓക്കെ, സെറ്റിൽ പോകണം ഒരു മ്യൂസിക് ഡയറക്ടർ. സെറ്റിൽ പോയിട്ടുണ്ട് ഞാൻ കേട്ടു. പിന്നെ പോയാൽ തിങ് ഈസ് അവരുടെ എടുക്കുന്ന എഫേർട്ടും നമ്മൾ കുറച്ചും കൂടെ ആ പ്രോജക്റ്റുമായിട്ട് ഒന്ന് കണക്റ്റഡ് ആവും പേഴ്സണലി. ചിലർ പറയും ഞാൻ സെറ്റിൽ പോകാറില്ല, എനിക്ക് അവിടുത്തെ ഡിസ്റ്റർബൻസ് ഒക്കെ കാണുമ്പോൾ ഡിസ്കണക്റ്റഡ് ആവുന്നു. പക്ഷെ ഞാൻ കുറേ സമയം നിൽക്കില്ല, ചെന്നു എല്ലാവരും കണ്ടു, നമ്മുടെ സപ്പോർട്ട് കാണിച്ചു, ആൻഡ് പാർട്ട് ഓഫ് ഇറ്റ്. ഒരു ടീം സ്പിരിറ്റ്, അതിന് സെറ്റിൽ പോകാറുണ്ട്. ആസ് എ മ്യൂസിക് ഡയറക്ടർ ഇവരെ പാടിച്ചപ്പോൾ എന്താണ് തോന്നിയെന്ന് പറയണം. ഇപ്പം എം ജി ശ്രീകുമാർ സാറിനെ പാടിച്ചപ്പം എനിക്ക് തോന്നിയ നൊസ്റ്റാൾജിയ, ഒരു സെൻസ് ഓഫ് പ്രൈഡ് ദാറ്റ് മലയാളത്തിൽ ഇത്ര കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു സിംഗറിനെ പാടിക്കുന്നു. ആൻഡ് ലാലേട്ടൻ്റെ കോംബോ വർക്കൗട്ട് ചെയ്യാൻ പറ്റി. ആൻഡ് ഇറ്റ്സ് മോസ്റ്റ്ലി അത്ര റിനൗണ്ട് ആയിട്ടുള്ള സിംഗറെ നമ്മുടെ ഒരു കോമ്പോസിഷനിൽ അതും അദ്ദേഹത്തിന് അത്ര എൻജോയ് ചെയ്ത് പാടുന്ന ഒരു നൊസ്റ്റാൾജിക് വിന്നിങ് മൊമെന്റ് ആണ്. ഡാപ്സിയുടെ ഷിയർ എനർജി ആൻഡ് ദ റെസ്പെക്ട്. ഡാപ്സി ഇത്രയും സെലിബ്രേറ്റഡ് ആയിട്ടൊരു ആർട്ടിസ്റ്റാണ്. ബട്ട് വെൻ ഹി കംസ് ടു സ്റ്റുഡിയോ നമുക്ക് തരുന്ന ഡാപ്സി ആ ഇമ്പോർട്ടൻസ് ആൻഡ് ദാറ്റ് കരുതലുണ്ടല്ലോ, അയ്യോ. അത് കൊത്തരാജയ്ക്ക് വിളിച്ചത്, ഞാൻ മൂസിയും കൂടെ വിളിക്കുന്നത്. മൂസി ഞാൻ ഇങ്ങനെ ക്രാക്ക് ചെയ്യാൻ നോക്കുക. കൊത്തരാജ ആക്ച്വലി പടത്തിലില്ല, ആര് പാടിക്കണം. അപ്പം ഞാൻ അങ്ങനെയൊക്കെ പാടി ഇങ്ങനെ ചെയ്യുന്നു. അപ്പം മൂസിയാണ് പറയുന്നത് നമുക്ക് കൊത്തരാജ. അപ്പൊ ഞാൻ കൊത്തരാജ, തനി കൊത്തരാജ. മൂസി വേർഡ് പ്ലേയുടെ മാസ്റ്ററാണ്. അപ്പൊ ഇത് മൂസി ആര് പാടും? അപ്പൊ ഞാൻ പാടാൻ നോക്കി. സോ മെനി പീപ്പിൾ ട്രൈഡ്. ഈവൻ ബേബി വന്നിട്ടുണ്ടായിരുന്നു. ബേബി, കാരണം ബേബിക്ക് ഇങ്ങനത്തെ സിംഗിങ്ങും കരുതുന്നു. ബേബി പക്ഷെ വർക്ക് ആവുന്നില്ല. ആൻഡ് ഫൈനലി മൂസിയ പറഞ്ഞത് നമുക്ക് ഡാപ്സിനെ വിളിച്ചാണ് പറഞ്ഞു. ഡാപ്സ് ഉടനെ വന്ന് പാടി എന്തടകത്തുന്ന് കളർ മാറി. ആൻഡ് അത് അന്ന് തന്നെ ദെൻ റീസെൻ്റ്ലി ഞാൻ ഹലോ മമ്മയിലും വിളിച്ചു. നോ ക്വാംസ്, only love and respect. I like that about him. Very grounded. Super. ഞാൻ ഇത് ബേബി പാടിയിരുന്ന എങ്ങനെയായിരിക്കും പക്ഷെ ബേബി അന്ന് ഭയങ്കര അണ്ണസിം. ഇവരൊക്കെ അതാണ് സ്റ്റുഡിയോയിൽ വരുമ്പം they are all very, I love all of these boys. എനിക്ക് ബാക്കി എൻ്റെ കൺസേൺ അല്ല, ബട്ട് സ്റ്റുഡിയോയിൽ വരുമ്പോൾ these guys are so cooperative. They do their job to the perfection. ഇവർ ആരായാലും ഫെജോ I think from ആയുധമിട്ട ടൈം I know them. വാപ്സി, ബേബി, തിരുമാലി,
ഓൾ ഓഫ് ദീസ് ഗൈസ് അവർ ഭയങ്കരമായ ഫാൻ ബേസ് ഹോൾഡ് ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസ് ആണ്. ബട്ട് when it comes to film music, they respect the work and they come instantly. ഭയങ്കര സപ്പോർട്ടും കോൺട്രിബ്യൂഷൻ അവരുടെ. നമ്മൾ ഹാൻസിമറിന്റെ കാര്യം പറഞ്ഞു, ഇപ്പൊ BGM കോൺസെർട്ട് നടത്തുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഒരു BGM കോൺസെർട്ടിന് സ്കോപ്പ് ഉണ്ടോ? ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യാം, പക്ഷെ ഓരോ ഐ ഹാവ് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് ഇതൊക്കെ, ബിക്കോസ് ഐ ഹാവ് എ ലോട്ട് ഓഫ് സ്കോർസ് ദാറ്റ് കണക്ട്സ് ടു ദ പീപ്പിൾ. അത് എന്തെങ്കിലും നടക്കുന്ന അല്ല, ഒരു ലൈവ് ഓർക്കസ്ട്ര ആകുമ്പോൾ യു ഹാവ് ടു ബിഗ് അപ്പ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ളൊരു ടൈം ആൻഡ് അതിനുള്ള, ഇപ്പം തമിഴ്നാട്ടിൽ അത് ഭയങ്കര ഈസിയാണ് അവർ ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നത് ഞാൻ നോക്കും. ലാസ്റ്റ് ഇയർ ദർ വാസ് എ ഓപ്പർച്യൂണിറ്റി, എനിക്ക് നല്ലൊരു, ബട്ട് എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഐ കുഡൻ. നമുക്ക് ക്ലബ്ബുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് തുടങ്ങിയാൽ പറഞ്ഞിട്ട് മാറി പൊളിക്കത്. BGM ആയിരിക്കണം കൂടുതൽ. ആസ് എ റേഡിയോ പ്രൊഫഷണൽ എനിക്ക് രണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ റേഡിയോയിൽ ഈ പാട്ട് വരുമ്പോൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു എനർജി വരും. ഈ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടോ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇത് കേൾക്കുമ്പോൾ? ആ ഫീഡ്ബാക്കേ ഉള്ളൂ. ഈവൻ നൗ ഞാൻ എൻ്റെ ഇൻസ്റ്റാ ടാഗ്സ് നോക്കിയാൽ അറ്റ്ലീസ്റ്റ് ഒരു 2-3 പേര് താങ്ക്സ് ഫോർ ആണെന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദി ബിഗസ്റ്റ് സോങ് ദാറ്റ്സ് കം ഔട്ട് ഫ്രം മീ. ബാക്കി പാട്ടുകൾ അതിലും ഹിറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ആൾക്കാരോട് ഇത്ര അധികം കണക്ട് ചെയ്തൊരു സോങ് ഇല്ല. എല്ലാ ഇൻ്റർവ്യൂസിലും എന്നോട് ചോദിക്കുന്ന കാര്യം. ആൾക്കാർ തന്നെ ഇപ്പോൾ കേട്ട് they must have heard it. It's very personal to me. അത് എൻ്റെ പ്യുവറസ്റ്റ് ഓഫ് എക്സ്പ്രഷനാണ് മ്യൂസിക്കൽ. എനിക്കറിയാവുന്ന സംഗീതവും എനിക്കറിയാവുന്ന എൻ്റെ എക്സ്പീരിയൻസസും വെച്ച് ഞാൻ എക്സ്പ്രസ് ചെയ്തൊരു പാട്ടാണ്. ആൻഡ് ഐ തിങ്ക് അവിടെയാണ് എൻ്റെ ഒരു വാലിഡേഷൻ. അതായത് ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് ഇറ്റ് ഷുഡ് ടച്ച് മീ. അത് ആരുടെയും വാലിഡേഷനല്ല, എൻ്റെ വാലിഡേഷനാണ് ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ഘടകം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് രണം ടൈറ്റിൽ ട്രാക്ക്. ദാറ്റ് ഇറ്റ് ഇസ് സ്റ്റിൽ റെസണേറ്റിംഗ് വിത്ത് പീപ്പിൾ എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ ആ ഓരോ പാട്ടിലും എൻ്റെ ഈവൻ ദോ ഐ എം ബിസി ആൻഡ് ഓൾ, ഞാൻ പാട്ട് ചെയ്യുമ്പോൾ ഞാൻ നോക്കുന്നത് അറ്റ്ലീസ്റ്റ് ഐ വോണ്ട് കണക്ട് ടു ദാറ്റ് സോങ്. വാട്ട് ക്യാൻ ഐ ആഡ്, എൻ്റെതായ കുറച്ച് എലമെൻറ്റ്സ് ദാറ്റ് ക്യാൻ മേക്ക് ദി ലിസണർ ഓൾസോ കണക്ട് ടു ദ സോങ്. രണം 2 വരുവാണെങ്കിൽ ഇതിന്റെ ഒരു റീമിക്സ് വെർഷൻ ഉണ്ടാവുമോ? ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. ഞാൻ ഇന്നലെ രണം 2-ന്റെ ഒരു സൂചന കൊടുത്തു. അത് എന്തൊക്കെ രീതിയിൽ. അപ്പൊ ഞാൻ നിർമ്മലിനെ വിളിച്ചു. നിർമ്മല പറഞ്ഞു അറിഞ്ഞോണ്ട് കൊടുത്താണ്. ഞാൻ നിർമ്മല, എടാ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക നിർമ്മല. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി പറഞ്ഞു പോയി, ഇനി എഴുതാതെ ഒക്കൂല. പക്ഷെ ദാറ്റ് സംതിങ് ദാറ്റ് വീവ് ഓൾവേസ് ബീൻ തിങ്കിങ്. കാരണം അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. സി ആ ക്യാരക്ടറിന്റെ ഒരു കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ക്യാരക്ടർ, there's a potential, huge potential for that film. പക്ഷേ ഇനി നമ്മളത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് പാക്കേജ് ചെയ്യുള്ളൂ. Okay. And that theme will come back. Theme will come back. Yeah. 100%. വേറെ അത് വരും. അടിപൊളി. എൻ്റെ ഫേവറേറ്റ് ജെക്സ് ബിജോയ് BGMസിലൊന്ന് ഓപ്പറേഷൻ ജാവയാണ്. ഓക്കെ. അന്നത്തെ ജെക്സ് ബിജോയ് എങ്ങനെയായിരുന്നു? അന്ന് ഈ EDM ഇൻഫ്ലുവൻസ്ഡ്, അതാണ് സെക്കൻഡ് ഹാഫിൽ റാഫി EDMത്തിന്റെ ആളല്ലേ. എനിക്ക് മനസ്സിലായി, അത് മൊത്തം EDM ആണല്ലോ. അന്ന് EDM ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന സമയമാണ് 2020 21 ഐ തിങ്ക്. ആ വാനിൽ ഇവരെല്ലാരെയും കാണിക്കുന്ന ഷോട്ട്, അതൊരു ഭയങ്കര ഫൈനായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ തീം ക്രാക്കായിട്ടില്ല. അപ്പോൾ തരുൺ പറഞ്ഞു എക്സ്പെക്ട് തീം വേണ്ടേ, കാരണം ഇവർ അങ്ങനെ മാസ് മൊമെൻറ്റ്സ് ഒന്നുമില്ല, പക്ഷേ ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഒരു ഡിഫറെൻ്റ് ആണ് തീം വേണ്ടതെന്ന് പറഞ്ഞപ്പം എൻ്റെ അസിസ്റ്റൻറ്റ് പ്രവീൺ അരച്ചിൽ റമ്പ് അവൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു മോട്ടീവ് കിട്ടിയത്. ഈ മോട്ടീവ് കിട്ടി അതിൻ്റെ മുകളിൽ ഞങ്ങൾ കുറച്ചും കൂടെ ആഡ് ചെയ്തു. ആൻഡ് ദെൻ വി വെൻറ്റ് ആൻഡ് റീപ്ലേസ് ദാറ്റ്. എല്ലായിടത്തും പോയത് പിന്നീട് റീപ്ലേസ് ചെയ്ത് അതിനെ ഒരു തീമാക്കാരും ചെയ്തത്. പക്ഷേ അങ്ങനത്തെ ഒരു മാജിക് നടന്ന ആ പടത്തിൽ. അപ്പം ആ തീം വന്ന ഉടനെ അതിനൊരു ഭയങ്കര ഒരു ഒരു സൈബർ ടെക് സ്വഭാവമുള്ള ഒരു ന്യൂ ഏജ് ത്രില്ലറിന്റെ മോഡ് കിട്ടി. സത്യം. ത്രില്ലർ ഫേവറേറ്റ് ജോണറാണ്. ത്രില്ലർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും മ്യൂസിക് ഡയറക്ടർ? ത്രില്ലർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ആൾക്കാർ ഈ സീറ്റ് എഡ്ജിൽ നിർത്താന്നുള്ള മ്യൂസീഷ്യന്റെ ഒരു കടമയും കൂടെയാണ്. ഇത് വിഷ്വൽ കണ്ടു പോകുന്നതിലും then you have the right music, it is more immersive, little more easier to do than a commercial film. അപ്പം ഞാൻ അതുകൊണ്ടായിരുന്നു. ആൻഡ് ദെൻ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫിഞ്ചർ സിനിമകളും യുനോ ഓൾ ത്രില്ലേഴ്സ് വർ മൈ ഫേവറേറ്റ് ആണ്. നമ്മളൊരു വൈകുന്നേരം ഒരു സിനിമ ആണെന്ന് നോക്കുമ്പോൾ ഐ വോണ്ട് ത്രില്ലർ ടു വാച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രില്ലേഴ്സിനോട്. പക്ഷേ ഞാൻ സ്ലോലി എനിക്കിപ്പം ഒരു കമേഴ്ഷ്യൽ ബിഗ് എൻ്റർടൈൻമെൻറ്റ് തുടരും പോലെ, അല്ലെങ്കിൽ സരിപ്പോന്ന ശനിവാരം പോലെ ഐ വോണ്ട് ടു ഡു മൂവീസ് ലൈക്ക് ദാറ്റ്, യുനോ ലൈക്ക് movies that have bigger impact. ഇനി don't talk about your move എന്നാണ്, അതായത് don't talk about your next move എന്നാണ്. അതുപോലെ don't talk about your next movie എന്നാണെന്ന് എനിക്കറിയാം. പക്ഷെ കുറച്ചെങ്കിലും നമുക്ക് പറഞ്ഞു തരണം. നരിവേട്ടയിൽ തുടങ്ങാം നമുക്ക്. നരിവേട്ട ഉഗ്ര റൊമാൻറ്റിക് സോങ് ഇറങ്ങിയിട്ട്, മിന്നൽ വള, കൈതപ്പുറം സാറാണ് എഴുതിയിരിക്കുന്നത് ലിറിക്സ്, മോഡേൺ വോയിസ്
സിദ് ശ്രീറാം അങ്ങനെ ആലോചിച്ച് എടുത്താണോ? അല്ല, അതൊരു വേറെ കുറച്ച് പേര് പാടിയായിരുന്നു, ഞാൻ വോണ്ട് മെൻഷൻ. ബട്ട് ഞങ്ങൾ എന്താ സിഡിലോട് എത്താൻ കാരണം എന്ന് വെച്ചാൽ, ഒന്ന് അനുവും ഞാനും ആണ് പറയുവാനുള്ള സിഡിനെ കൊണ്ടുവരുന്നത് മലയാളത്തിൽ. ആൻഡ് സിഡ് കുറച്ച് നാളെ മലയാളത്തിൽ പാടിയിട്ട് എനിക്ക് എൻ്റെ കൂടെ ഭയങ്കര കൊളാബറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ പാട്ട് ഒരു പുളുങ്ങുന്നിൽ നടക്കുന്ന ഒരു കഥ, റൂട്ടഡ് ആയിട്ടൊരു മലയാളം സ്ട്രേറ്റ് ഓപ്പ്, നോബഡി വിൽ ഈവൻ തിങ്ക് ഓഫ് സിഡ്. അപ്പോൾ ഞാൻ വൈ ഡോണ്ട് വി ട്രൈ സിഡ്. ഓക്കെ, അങ്ങനെ ആദ്യം തന്നെ എൻ്റെ ലിറിക്സിലോട്ട് എത്താൻ വി വാണ്ടഡ് സംതിങ് റൂട്ടഡ്, ഭയങ്കര നമ്മളൊരു നൊസ്റ്റാൾജിക് ആൻഡ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു വരികൾ തന്നെ വേണം. അങ്ങനെയാണ് കൈതപ്രസാദ് സാറ് 2-3 പ്രാവശ്യം എഴുതി തന്നു. ആൻഡ് വി വർ സോ ഹാപ്പി. സിഡിനെ അപ്രോച്ച് ചെയ്തു. ബട്ട് ദ ചാലഞ്ച് സിഡ് അഗൈൻ US-ലായിരുന്നു. ഡിക്ഷൻ കിട്ടുന്നില്ല. പാട്ട് പുള്ളിക്ക് പഠിക്കാൻ അത്ര സമയം വേണ്ട. ഒരു 4 പ്രാവശ്യമെങ്കിലും സ്റ്റുഡിയോയിൽ പോയി വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് തിരിച്ചയച്ച് എനിക്കൊരു 18 to 20 ട്രാക്സ് ഓരോ ടേക്സും ഉണ്ട്. ഞാൻ ഓരോ ടേക്സിൽ നിന്നും കറക്റ്റ് വാക്കുകൾ, പുള്ളിക്ക് പ്രശ്നമാണ്, പ്രശ്നമാണ്. ഐ വാസ് ജസ്റ്റ് പിക്കിങ് ആൻഡ് ചൂസിങ് എന്നിട്ട് ഫൈനലി ഒരു വേവ് ശരിയാക്കി. അതിൽ പിന്നെ കുറച്ച് മാച്ച് EQing കുറച്ച് ക്രോസ് ഫെയ്ഡ് ഒക്കെ ചെയ്തിട്ടാണ് സെറ്റാക്കിയത്. സോ അതിനകത്ത് സിഡിൻ്റെ എഫേർട്ടും അദ്ദേഹത്തിന് ഇതേ ഉള്ളൂ, ദിസ് വാട്ട് ഐ കൻ ഡു, ഐ എം ബിസി എന്ന് പറഞ്ഞ് പോവാം. എന്നെ മെസ്സേജ് ചെയ്ത് ഇഫ് യു വോണ്ട് എനി കറക്ഷൻ ലെറ്റ് മീ ജോയിൻ, ഐ കൻ ഗോ ബാക്ക്. അത്ര ടേക്സ് എടുത്ത് പാടി. ആൻഡ് ദാറ്റ്സ് വൈ മിന്നൽവാള ഇറ്റ് സൗണ്ട്സ് എനിക്ക് ഭയങ്കര വിചാരിച്ചതിനേക്കാളും നല്ല ഔട്ട്പുട്ട് വന്നു പാട്ട്. സിഡ് ഇസ് ആക്ച്വലി ഓൺ ടോപ്പ് ഓഫ് ഹിസ് വർക്ക്. എത്ര ഭാഷകളിൽ പാടുന്നുണ്ട്. പുള്ളിയുടെ ഇൻഡിപെൻഡൻറ്റ് കരിയർ നടക്കുന്നുണ്ട്. തെലുങ്ക്, തമിഴ്, മലയാളം പാടുന്നത് അത്ര എളുപ്പമല്ല. എല്ലാത്തിനും പ്രോപ്പർ. ഇപ്പം നമ്മൾ 15th ടൈം തന്ന വെച്ചാൽ ആ ടൈമിൽ ആ നേരെ പുള്ളി റെഡിയാണ്. അപ്പോൾ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ പറ്റില്ലല്ലോ. That's why he's successful the way he is. Yeah. Super. വിലായത്ത് ബുദ്ധിയാണ് വേറൊരു പ്രോജക്റ്റ്. അപ്പോൾ അടുത്ത പ്രോജക്റ്റുകളിൽ നമ്മുടെ മൈൻഡ് ഇങ്ങനെ പാതിരാത്രി എന്നൊരു സിനിമ ഞാൻ ചെയ്യുന്നുണ്ട്. അത് രത്തീന പുഴു എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ സിനിമയാണ്. അത് ഉടനെ ഉണ്ടാവും. ഒരു ത്രില്ലർ മൂവിയാണത്. Then after that, I think that's 2-3 months I'll just be focusing on വിലായത്ത്. Yeah. എന്താണ് മനസ്സിലോടുന്നത്? ഒന്നും ഓടുന്നില്ല. ഐ വോണ്ട് ടു സീ ദ ഫിലിം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ശ്രീജിത്തിനോട് പറഞ്ഞു, ജയൻ ഭായോടും പറഞ്ഞു, ഫൈനലായിട്ട് കാണാൻ ജയൻ ഭായ്. ഇനി ഞാൻ ഇടയ്ക്ക് വെച്ച് കാണുന്നില്ല, കാരണം ഐ എം ഓൾസോ ബിസി. നിങ്ങൾ വർക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് let me watch it. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളത് ഇത് മറയൂർ ബേസ്ഡ് ആയതുകൊണ്ട് സംതിങ് ലൈക്ക് ദാറ്റ്, സംതിങ് വിത്ത് മറയൂർ കൾച്ചർ ആയിരിക്കും. യു വോണ്ട് ടു ബ്രിങ് ദ തമിഴ് കൾച്ചർ, അങ്ങനെയൊക്കെ ആയിരിക്കും. ബട്ട് that's the next ഓണം റിലീസ്. വൺ ലൈൻ ബ്രീഫ് എന്തെങ്കിലും അങ്ങനെയൊക്കെ കിട്ടി അതിങ്ങനെ ബാക്ക് ഓഫ് ദി മൈൻഡിൽ? ഞങ്ങൾ മറയൂർ ആക്ച്വലി 2022 we had gone there. ഒരു എക്സ്റ്റെൻസീവ് റെക്കോർഡിംഗ് സെഷൻ, ഒരു ഫുൾ ഡേ. അവിടുത്തെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ റെക്കോർഡ് ചെയ്ത് എൻ്റെ കയ്യിൽ അതിൻ്റെ ലൈബ്രറി ഉണ്ട്. ഇനി പടം കാണുമ്പോഴാണ് അത് അവിടുത്തെ ആർട്ടിസ്റ്റുകൾ, ഇൻസ്ട്രുമെന്റ്സ്, സിംഗേഴ്സ്, ഫോക്ക് മ്യൂസീഷ്യൻസ് എല്ലാവരും റെക്കോർഡ് ചെയ്തു. അൻവർക്ക പോയി. അൻവർക്കനെ ഇപ്പോൾ എൻ്റെ കൂടെ കൂട്ടിയിരിക്കുക. കുറേ അടുപ്പിച്ച് കുറേ ഫോക്ക് ബേസ്ഡ് സിനിമകളായതാണ്. അദ്ദേഹത്തിന് അത്രയും ആ കൾച്ചറും ആ ഫോക്ക് മ്യൂസിക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് പരിചയം. ഈസ് ഓൾസോ മെയിൻ സ്ട്രീം ലിറിസിസ്റ്റും കൂടെ ഉണ്ട്. ആയതുകൊണ്ട് ഇറ്റ്സ് വേ അൻവർക്കയാണ് ഇതിലും എഴുതുന്നുണ്ട് ഒരു ബ്യൂട്ടിഫുൾ സോങ് ഇൻ നരിവേട്ട. അപ്പോൾ അൻവർക്ക പോയി അടുത്ത വിലായത്തായിരിക്കും. പിന്നെ അതിൻ്റെ അടുത്താണോ ഐ എം ഗെയിം? യെസ്, അതിൻ്റെ അടുത്ത് ഐ എം ഗെയിം ഉണ്ട്. അതിനിടയ്ക്ക് ഡിജോയുടെ ഒരു പടം ഉണ്ട്, പള്ളിച്ചട്ടമ്പി. ദാറ്റ് ഇസ് പള്ളിച്ചട്ടമ്പി എന്ന ടൊവിനോയുടെ ഒരു പടം. ദാറ്റ് ഇസ് അതിൻ്റെ വർക്കും തൊടുപുഴ ഷൂട്ട് ഉടനെ തുടങ്ങും. മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഒരേ സമയത്ത് ചെയ്യോ? ഇല്ല, ആക്ച്വലി എനിക്ക് 2 പ്രോജക്ട്സ് ഒക്കെ വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം ഒരു പ്രോജക്റ്റ് തീർക്കാതെ അടുത്തിലോട്ട് കയറാൻ ഭയങ്കര പാട്. ടു മച്ച് ഇൻവെസ്റ്റഡ് ഒരു പ്രോജക്റ്റിൽ. ഇപ്പം ഓഫീസർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഐ കാൺ തിങ്ക് ഓഫ് തുടരും. ഇപ്പം തുടരും തീർക്കാതെ വേറൊരു പ്രോജക്റ്റിലോട്ട് കയറാൻ പറ്റുന്നില്ല. നേരത്തെ കുറച്ചുകൂടെ ജഗിൾ ചെയ്യാൻ പറ്റുമായിരുന്നു. നൗ ഐ എം പേയിങ് മോർ അറ്റൻഷൻ ടു ഈച്ച് ആൻഡ് എവറി ക്യൂ. ഒരു ക്യൂ എങ്ങനെ എൻ്റെ കോൺട്രിബ്യൂഷൻ. നേരത്തെ കുറച്ചുകൂടെ അസിസ്റ്റൻസ് ഒക്കെ ഒന്ന് മാനേജ് ചെയ്ത് ഞാൻ അതിലൊന്ന് വർക്ക് ചെയ്യായിരുന്നു. ബട്ട് നൗ ഐ എം ലൈക്ക് സിറ്റിംഗ് ഓൺ എവറി ക്യൂ, കമ്പോസ് ചെയ്ത് പോവുക, ഈച്ച് ആൻഡ് എവറി നോട്ട്. അപ്പോൾ ടൈം കൺസ്യൂമിങ് ആണ്. കറക്റ്റ്. ഇപ്പോൾ ഐ എം ഗെയിം ക്രിക്കറ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ സ്പോയിലേഴ്സ് അബൌട്ട് ഐ എം ഗെയിം നഹാസിന്റെ ഒരു വിഷൻ. വി ആർ സ്റ്റാൻഡിംഗ് വിത്ത് ഹിം. ഹീസ് അസംബിൾഡ് എ ഗുഡ് ടെക്നിക്കൽ ടീം. ആൻഡ് യു നോ ദുൽഖർ ബീങ് ദ സ്റ്റാർ ഈസ് എന്തായിരിക്കും എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് അറിയാം. ഈസ് ഒരു ഇൻ ഓൾ എസെൻസ് ഈ ഇവിടെ എന്താ പറയുക സൗത്ത് ഇന്ത്യൻ സ്റ്റാറാണ് പുള്ളി, പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. സോ ദുൽഖറിൻ്റെ ആ ഒരു
വലിപ്പത്തിനും അദ്ദേഹത്തിൻ്റെ എല്ലാ നമ്മൾ വി വോണ്ട് ടു ഫോക്കസ് ഓൺ തെലുഗു, വി വോണ്ട് ടു ഫോക്കസ് ഓൺ ദ തമിഴ് ഓഡിയൻസ്, വി വോണ്ട് അപ്പോൾ എല്ലാ അവിടുത്തെ ഉള്ള ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിച്ച് അങ്ങനെ ഒരു കമ്പൈൻഡ് ആയിട്ടൊരു പരിപാടി ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. വെരി വെരി എക്സൈറ്റഡ് ഫോർ ദ ഫിലിം. അത് കാരണം കൊത്ത ഫിനിഷ് ദാറ്റ്, ബട്ട് ദിസ് ടൈം വി ഹാവ് ടു ഇൻ ഓൾവേസ് നമ്മുടെ റെപ്രസെൻറ്റേഷനാണ് സിനിമ, മലയാളത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. സോ വി വോണ്ട് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് really works well. കുറെ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറെ റാപ്പേഴ്സ് എനിക്ക് ഇപ്പോൾ മനസ്സിലായി പൊളിക്കപ്പോ. ഈ പേമാരി ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഇട്ട് തുടങ്ങിയല്ലേ തീമായിട്ട്. നമ്മൾ ആസ് എ മ്യൂസിക് ഡയറക്ടർ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എൻ്റെ സോങ്ങിൻ്റെ പോർഷൻ, എൻ്റെ BGM ഇൻസ്റ്റാ റീൽസ് ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നതിൽ ത്രില്ലുണ്ടോ? പിന്നെ ഭയങ്കര ത്രില്ലാണ് അത്. എനിക്ക് എൻ്റെ പോർഷൻ ഉപരി ഓഡിയോ ലേബൽ ഇസ് ഫൈൻഡിങ് ഹാപ്പി. പിന്നെ എൻ്റെ പാട്ടുകൾ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ കോരിത്തരിയൊന്നുമില്ല, നമ്മൾ അടുത്തല്ലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് കണക്റ്റഡ് ടു ദ പീപ്പിൾ, ഇറ്റ്സ് സെർവിങ് ദം എന്നുള്ളൊരു ഗുഡ് തോട്ട് ഉണ്ട്. മോർ ദാൻ ദാറ്റ് ദ ലേബൽ വിൽ ബി ഹാപ്പി. ഇപ്പം ആരാണ് നമ്മുടെ ലേബൽ, സോണി, സരിഗമ, തിങ് ഹൂവർ ഈസ് ഡൂയിങ് ദിറ്റ്. അപ്പം ദാറ്റ് ഹാപ്പിനെസ്. അപ്പോൾ അടുത്ത പ്രോജക്റ്റിൽ ദിൽ ബി ഇൻട്രസ്റ്റഡ്. കാരണം അവരും ഒരുപാട് വെസ്റ്റ് ചെയ്യുന്നുണ്ട് മലയാളം മ്യൂസിക്കിൽ. ഇപ്പോൾ എവ്രിബഡി ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു മലയാളം മ്യൂസിക്. നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വൈറൽ എലമെന്റ് ഇടണമെന്ന് ചിലപ്പോൾ ആലോചിക്കാൻ പറ്റും. ഉണ്ടാവണം. കാരണം ദിസ് ഇസ് എ ബിസിനസ് ഓൾസോ അല്ലേ. നമ്മുടെ ക്രിയേറ്റീവ് സ്പേസിൽ ഇരുന്നുകൊണ്ട് കൂടി തന്നെ ഇറ്റ് ഹാസ് ടു ഹെൽപ്പ് ദ ഫിലിം, ഇറ്റ് ഹാസ് ടു ഹെൽപ്പ് ദ ലേബിൾ, ഇറ്റ് ഹാസ് ടു ബി റീച്ച് ഉണ്ടാവണം. നിങ്ങൾ റേഡിയോസിൽ ഇടണം, നിങ്ങൾക്ക് അത് ഇടാൻ തോന്നണം. സോ അങ്ങനെയാണ് ഈ റീച്ച് ഇല്ലാതെ പിന്നെ സിനിമ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ആരെങ്കിലും തിയേറ്ററിൽ വരണ്ടേ. അപ്പം നമ്മളാണ് അതിൻ്റെ ഫസ്റ്റ് അംബാസിഡേഴ്സ്. ഉണ്ടാവും. ഇനി ജേക്സ് ബിജോയുടെ US വാൾട്ട് ഡിസ്നി കാലഘട്ടത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാം. ദ ടോയ് സ്റ്റോറി 3 ഒക്കെ ഗെയിമിന്റെ മ്യൂസിക് ചെയ്തുകൊണ്ടിരുന്ന അന്നത്തെ ജേക്സ് ബിജോ എങ്ങനെയായിരുന്നു? ഐ ഫിനിഷ് മൈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് മ്യൂസിക്കിൽ ഒരു വർഷം ഞാൻ വെയിറ്റ് ചെയ്തു, എന്തെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാൻ. അന്ന് യു വോണ്ട് ബിലീവ്, എന്നെ മാർട്ടിൻ ചേട്ടൻ അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ വാച്ചിങ് മലയാളി മാർട്ടിൻ പ്രക്കാട് എന്നെ, അദ്ദേഹത്തിന് അത് ബെസ്റ്റ് ആക്ടർ ആയിരിക്കാം, നമുക്കാണ് ചെയ്യേണ്ട ജെയ്ക്സ് എന്ന് വിളിച്ചു. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. കാരണം ഐ വാസ് ഇൻ പ്രിപ്പയർഡ്. ഒരു ഫിലിം സ്കോർ ചെയ്യാനുള്ളതൊക്കെ എനിക്ക് അറിയാമോ, നോ ക്ലൂ. മാർട്ടിൻ പാട്ട് കേട്ടിട്ട് എന്നെ വിളിച്ചു. സോ ദെൻ ആ സമയത്ത് ആക്ച്വലി ശ്രീനിയങ്കളാണ് ഈ US ഐഡിയ ഇടുന്നത്. വിനീതിന് വേണ്ടിയും അന്ന് ഞങ്ങൾ മലയാളിയൊക്കെ ചെയ്യുന്ന സമയം പഠിക്കാൻ പോകാൻ. പക്ഷെ വിനീത് മലർവാടി ആർട്സ് ക്ലബ് എന്ന് പറഞ്ഞ ആ റൂട്ട് എടുത്തു. ഞാൻ ബിക്കോസ് വി വർ ടുഗെദർ, മലയാളി എന്ന് പറഞ്ഞൊരു ആൽബം വി ഡിഡ് ഇറ്റ് ടുഗെദർ. അപ്പോൾ അന്ന് അങ്ങളുടെ അടുത്തൊക്കെ എപ്പോഴും റെഗുലറായിട്ട് പോകുമായിരുന്നു. സോ ആ സമയത്താണ് ഈ US പോകാൻ ഓപ്പർച്യൂണിറ്റി വന്നതും. ആൻഡ് ഐ ചോസ് സ്റ്റാൻഫോർഡ്. കാരണം എനിക്ക് ആക്ച്വലി തോട്ടൺ സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ് LA പോകാനായിരുന്നു താല്പര്യം. പക്ഷെ അവിടെ കുറച്ച് മ്യൂസിക് ബാച്ചിലേഴ്സ് ഇൻ മ്യൂസിക് ഉള്ളവരെ അഡ്മിറ്റ് ചെയ്യുള്ളൂ. എനിക്ക് ബാച്ചിലേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് ആണ്. അപ്പം മൈ മോസ്റ്റ് പ്രോബബിൾ തിങ് വാസ് ടു ഗോ ടു സ്റ്റാൻഫോർഡ്. ആൻഡ് ദാറ്റ് വാസ് എൻ അമേസിംഗ് പ്രോഗ്രാം കേട്ടോ. ഇൻഫാക്ട് ദ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ മ്യൂസിക് ഇസ് ഫ്രം ദേ. ആൻഡ് FM സിന്തസിസ് കണ്ടുപിടിച്ച DX7 നിങ്ങൾ റാഫി ഇഷ്ടപ്പെടുന്ന സിന്തസൈസേഴ്സ് മെയിൻ FM സിന്തസിസ് കണ്ടുപിടിച്ചത് ജോൺ ചോണിങ് ആണ്. ആൻഡ് നമ്മുടെ ഈ സ്മ്യൂൾ കെയിം ഔട്ട് ഫ്രം ദാറ്റ് ലാബ്. And so all of major, അതിൽ CCRMA എന്നാണ് പറഞ്ഞത്, മേജർ മ്യൂസിക് ടെക് ഡെവലപ്മെൻറ്റ്സ് അവിടെയാണ് നടക്കുന്നത്. ആൻഡ് കോർ ഓഡിയോ എന്ന് പറഞ്ഞ ആപ്പിളിൻ്റെ ഹോൾ മ്യൂസിക് ടീം ആൻഡ് ഓഡിയോ ടീം സ്റ്റാൻഫോർഡിൽ നിന്നാണ്. സോ എനിക്കൊരു ഈ പറഞ്ഞ ഈ സിന്ത് ബേസ്ഡ് മ്യൂസീഷ്യൻസിൻ്റെ ഒരു കളിയാണ് മോഡുലാർസ്. അവർക്ക് ഈ നമ്മൾ ഈ വർക്ക് സ്റ്റേഷനൊക്കെ അതായത് ലോജിക്, പ്രോ ടൂൾസ് പോലെ തുടങ്ങുമ്പോൾ ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ദേ വോണ്ട് ക്രാഫ്റ്റ് ദ സൗണ്ട് ഫ്രം ഇറ്റ്സ് സ്ക്രാച്ച്. അത് വേറൊരു സാമ്പിളൊക്കെ യൂസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ചിന്തിക്കാൻ പോലും പറ്റില്ല. യു ഹാവ് ടു മേക്ക് യുവർ സൗണ്ട്, ക്രിയേറ്റ് ഇറ്റ്, കോഡ് ഇറ്റ്. ആ ഒരു എനിക്കത് എന്താ പറയുക, ഒരു എൻ്റെ പൊന്നോ ഇത് വേറൊരു എന്നെ ഭയങ്കര ഒരു മടയിലേക്കാണല്ലോ ചെന്നതെന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷെ അതൊരു ഹംബ്ലിംഗ് ആയിരുന്നു. ഇവിടെ കിടന്ന് കുറെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് ആക്ച്വൽ കളി. ലൈക്ക് മ്യൂസീഷ്യൻഷിപ്പ് ഇവിടെ. ലൈക്ക് ഐ റിമെമ്പർ സം ഓഫ് ദീസ് ചൈനീസ് ഫ്രണ്ട്സ് ഐ ഹാഡ് അക്കാഡമിക്കലി സൂപ്പർ സ്ട്രോങ്. ഇവർ പിയാനോ അങ്ങനെ കൈ കിട്ടിയാൽ എൻ്റെ പൊന്നോ ആ ഏരിയയിൽ നമുക്ക് നിൽക്കാൻ പറ്റും. എല്ലാ പിയാനോ വേഴ്സസും ദേ പ്രാക്ടീസ് എവറി ഡേ. ജാസ് മ്യൂസീഷ്യൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലും സ്ട്രോങ്. സോ ഐ എം ജസ്റ്റ് സെയിങ് ദ സ്കിൽ ബേസ് ഓഫ് ദീസ് പീപ്പിൾ നോ ഇസ് അൺഫാദമബിൾ. അപ്പം ഞാൻ അവിടെ ഇവരെ ഒബ്സർവ് ചെയ്തു, എൻ്റെ സ്കിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ ഏരിയസിൽ വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഞാനൊരു ഇറ്റാലിയൻ കമ്പോസർ ജാൻ കാർലോ അക്കിലാന്തി എന്ന് പറഞ്ഞൊരു ഇറ്റാലിയൻ കമ്പോസറിൻ്റെ കൂടെയാണ് സ്ട്രിങ് റൈറ്റിംഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചത്. സോ ഇറ്റ് വാസ് മോസ്റ്റ്ലി ലൈക്ക് ഐ കൺസിഡർ ദാറ്റ് ആസ് എൻ exposure to the world of this world exists. ഇതിങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. Then I used to travel to LA.
ഐ തിങ്ക് അതേ സിമിലർ ടൈമിലാണ് ഈ ലുഡ്വിക് എല്ലാം ഈ ഞാൻ പറഞ്ഞ തോട്ട് ആൻഡ് സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ പോകുന്നത്. ബിക്കോസ് എല്ലാവരും മ്യൂസിക് പ്രോഗ്രാം പഠിക്കുകയാണെങ്കിൽ യു ഗെറ്റ് ആക്സസ് ടു ദ ഡയറക്ടേഴ്സ്. ഹോളിവുഡിലോട്ടുള്ള ഈസിയർ വേ ആണ്. ദാറ്റ്സ് ഹൗ ഐ തിങ്ക് ഹി ഗോട്ട് ഹിസ് കരിയർ. പെട്ടെന്ന് ലുഡ്വിക് വെൻ ദേ ആൻഡ് ഗോട്ട് റയൻ കുഗ്ലറിൻ്റെ കൂടെ വന്നു. ആൻഡ് ദെൻ ഹി ബ്ലാക്ക് പാന്തർ ബ്ലാ 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 പരിപാടി തന്നു. പക്ഷേ ഒരു ഇന്ത്യനെ സംബന്ധിച്ചോളം ഇറ്റ്സ് എ വെരി ഹാർഡ് ജോബ്. ബിക്കോസ് നമുക്ക് കുറേ അധികം സ്കിൽ സെറ്റ് വേണം. വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് ഇതൊക്കെ ഗിവൺ ആണ്. യു ഷുഡ് ഹാവ് ഇൻസ്ട്രുമെന്റൽ നോളജ്, ഷുഡ് ബി ഗുഡ് അറ്റ് ദീസ്, യു ഷുഡ് നോ യുവർ മ്യൂസിക് തിയറീസ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. അവിടെ ചെന്നിട്ട് അതെല്ലാം കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സമയമാണ്. നമ്മൾ ആ ഒരു ബാക്കിങ്ങിലല്ലല്ലോ വരുന്നത്. സോ ഐ കൺസിഡർ ദാറ്റ് ആസ് എ ഐ ഓപ്പണർ. ഐ വോണ്ട് ടു ഗോ ബാക്ക്. എനിക്കിപ്പോഴും ആക്ച്വലി ബാക്കിലോ എവിടെയെങ്കിലും പോയി കുറേ ക്ലാസ്സസ് എടുക്കണം എന്നൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തായാലും നമ്മൾ പഠിച്ച ആ ക്ലാസ്സിൽ നമ്പർ 1 ആവണമെന്നുള്ളതല്ല. അവിടെ ചെന്ന് നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടി, അത് എന്തെങ്കിലും രീതിയിൽ നമുക്കിവിടെ യൂസ്ഫുൾ ആവുമല്ലോ. ഞാൻ ആ യാത്ര ചെയ്യുന്നതും പഠിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇറ്റ്സ് ഗുഡ് ഫോർ അവർ മൈൻഡ്, ഇറ്റ്സ് ഗുഡ് ഫോർ ഓപ്പണിംഗ് അപ്പ് ദ പോസിബിലിറ്റീസ്. അപ്പം ദാറ്റ് ഇസ് സംതിങ് ഐ എം കൺസിഡറിങ്. സൂപ്പർ. അപ്പോൾ ആ വഴിക്ക് പോകേണ്ട ആളായിരുന്നു, പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നതാണ്. അതാ ഞാൻ പറയും, ഞാനന്ന് ഡിസ്നിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഗെയിംസിനാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സോ ആക്ച്വലി ടാപ്പ് റിവഞ്ച് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ബേസ് ഗിറ്റാർ ഹീറോ പോലത്തെ ഒരു അതിനെ എന്നെ ഹയർ ചെയ്തത്. അപ്പം ആ സമയത്ത് വി വേ ദ സപ്പോർട്ട് ടീം ഫോർ പിക്സർ വിൽ ഹാവ് മൂവീസ്. അപ്പോൾ ഐഫോൺ ഗെയിംസ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ സ്റ്റുഡിയോ ആയിരുന്നു, ഡിസ്നി ഇന്ററാക്റ്റീവ് എന്ന് പറയും. അപ്പോൾ ഈ ഡിസ്നി ഇന്ററാക്റ്റീവ് വി ഗോ ടു പിക്സർ, ഗെറ്റ് ഓൾ ദി അസറ്റ്സ് ഓഫ് ദി ഗെയിം അസറ്റ്സ്, വി മേക്ക് ദ ഗെയിം. ആൻഡ് ഐ വാസ് ഇൻകോപ്പറേറ്റിംഗ് ഈ മൈക്കിൾ ജിയാച്ചിനോടെ സ്കോർസ് ഒക്കെ ഇതിനകത്തോട് ഇൻകോപ്പറേറ്റ് ചെയ്യണം. ടോയ് സ്റ്റോറി ഐ വർക്ക്, ദെൻ ഐ വർക്ക് ഓൺ ബ്രേവ്, പിന്നെ മോസ്റ്റ്ലി ഓൺ ദ ടാപ്പ് റിവഞ്ച് സീരീസ്. ലോട്ട് ഓഫ് പ്രോജക്ട്സ് ലൈക്ക് ദാറ്റ്. ഫണ്ണായിരുന്നു. പക്ഷെ ക്രിയേറ്റീവ്ലി നമ്മളൊന്ന് മൈക്കിൾ ജിയാച്ചിനോടെ അല്ലേ സ്കോർ. പിന്നെ ഞാനപ്പോൾ എൻ്റെ ബോസിനോട് ചോദിക്കും, എനിക്ക് 2-3 സ്കോർ ചെയ്യാൻ തരാം, ചെറിയ അതുകൊണ്ടൊക്കെ ചെയ്യുന്നല്ലാതെ ഐ വോണ്ട് ടു ആക്ച്വലി കമ്പോസ് ആൻഡ് യുനോ സ്വന്തമായിട്ട് ചെയ്യണമായിരുന്നു. സോ ആ ഒരു എന്താ പറയുക ഏജ് കാരണമാണ് സിനിമയിലേക്ക് വന്നു ചാടി. അത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഞങ്ങൾ തുടങ്ങാൻ പോവാ, വേണേ വന്നു. അങ്ങനെയാണ് ഏഞ്ചൽസിലോട്ട് വരുന്നത്. സംഗീതം പഠിക്കാൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പോയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ടാണ് പോയതല്ലേ? അല്ല, ശ്രീരംഗങ്ങളുടെ പരിചയത്തിലുള്ള ഞാനിപ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നു, ഡേവിഡ് മോറിസ് ആൻഡ് ഫിലോമിന മോറിസ് എന്ന് പറഞ്ഞ 2 പേരായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തത്. അത് ശ്രീരംഗങ്ങളുടെ പരിചയത്തിലായിരുന്നു അവരെ എനിക്ക് പരിചയപ്പെട്ടത്. ആൻഡ് അവരാണ് എന്നെ ആ ഹോൾ പ്രോസസ്സിൽ ഗൈഡ് ചെയ്തത്. എനിക്കറിയത്തില്ലായിരുന്നു എവിടെ അപ്ലൈ ചെയ്യണമെന്ന്, ഒന്നും അറിയില്ല. എന്തായാലും പുറത്ത് പോയി പഠിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, TCS ജോലി കിട്ടി, നല്ല പാക്കേജ് ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ പറഞ്ഞു, അപ്പ എനിക്ക് ട്രൈ ചെയ്യണം, 1 ഇയർ തരാം. 1 ഇയർ ഒന്നും നടന്നില്ല. ഞാൻ കൊച്ചിയിലുണ്ടായി കുറേ, പിന്നെ ആൽബംസ് എന്തെങ്കിലും ചെയ്യാവുന്ന, എന്താണ് ഇത് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല, നമുക്കൊരു പോസിബിലിറ്റി അറിയാതെ. പക്ഷേ ഭയങ്കര ആഗ്രഹമുണ്ട് ചെയ്യാൻ. അപ്പം ഐ ഗോട്ട് കണക്ഷൻസ്. അന്ന് എൻട്രൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ GRE എഴുതി, ടോഫിൽ എഴുതി. ഒരു പ്രാവശ്യം GRE എഴുതി കിട്ടിയില്ല. ദെൻ ഐ ഡ്രോ GRE അഗൈൻ. ആൻഡ് ദെൻ ആ സമയം പഠിച്ചിട്ട് പോയി. ഞാൻ GRE കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ 8 പേരുള്ളായിരുന്നു. ഇന്ന് എൻ്റെ കൂടെ കൊളീഗ്സ് എല്ലാവരും there in Apple, one is in Sennheiser, one Native Instruments, Isotope, എല്ലാ മേജർ ഓഡിയോ കമ്പനീസിലും അവർ ഹെഡ്സ് ആയിട്ടൊക്കെ ഉണ്ട്. ഈ കോഴ്സിന് എന്താ ശരിക്കും നമ്മൾ പറയാം? മ്യൂസിക് സയൻസ് ടെക്നോളജി, സ്റ്റാൻഫോർഡിൽ. അപ്പോൾ ഇത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് മീ. ജെക്സ് വിജയ്ക്ക് മെസ്സേജ് അയച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ. സ്റ്റാൻഫോർഡിലേക്ക് സംഗീതം സ്റ്റാൻഫോർഡിലോട്ടൊന്നും അഡ്മിഷൻ കിട്ടില്ല, പക്ഷേ വഴികൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ധ്രുവങ്ങൾ 16 ആണെങ്കിൽ ജെക്സ് വിജയുടെ പടത്തിന്റെ പേരുകൾ വെച്ചിട്ട് സംഗീതത്തിന് എത്ര ധ്രുവങ്ങളുണ്ട് ജെക്സ് വിജയുടെ അഭിപ്രായത്തിൽ? സംഗീതത്തിന് ഒറ്റ ധ്രുവമുള്ളൂ. ഇറ്റ് ഹാസ് ടു കണക്ട് ടു ദി ഓഡിയൻസ്. സൂപ്പർ. ഇറ്റ് ഹാസ് ടു, ദാറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ തിങ്. അർദ്ധരാത്രിയിൽ മ്യൂസിക് ഉണ്ടാവാറുണ്ടോ എന്നുള്ളതാണ് എൻ്റെ. അർദ്ധരാത്രിയിൽ മ്യൂസിക് ഉണ്ടാവാറുണ്ട്. ഡെഡ് ലൈൻസ് ഉള്ളപ്പോൾ അർദ്ധരാത്രി, രാവിലെ ഒന്നുമില്ല, എനി ടൈം ഫിനിഷ് ചെയ്യാവൂ. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ ഈ രാത്രി സമയങ്ങളാണ് അൺഡിസ്ട്രാക്റ്റുള്ള ടൈം കിട്ടുന്നത്. അത് ഈയിടെ ആയിട്ട് ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് തിങ്. രാവിലെ ആകുമ്പോൾ ഫോൺ കോൾസും മീറ്റിംഗ്സും മൊത്തം അങ്ങനെയാണ് പോകുന്നത്. ഒരു 10 o'clock കഴിയുമ്പോഴാണ് ഐ എം കൈൻഡ് ഓഫ് ഫ്രീ. അപ്പോൾ ഈയിടെ ആയിട്ട് എല്ലാവരും ഞങ്ങൾ 2:30-3 ആവും വീട്ടിൽ പോകുമ്പോൾ. റഹ്മാൻ അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ് റെക്കോർഡിംഗ് കമ്പോസ്. റഹ്മാൻ സാർ നിർത്തി എന്ന് പറഞ്ഞല്ലോ, ഡിസിപ്ലിൻഡ് ആയി. ഐ തിങ്ക് ഈസ് ഓൾസോ മോർണിംഗ് പേഴ്സൺ ആയിക്കൊണ്ടിരിക്കുന്നു. ജെക്സ് വിജയ് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് മ്യൂസിക് വരുന്നത്? ക്രിയേറ്റീവ് മ്യൂസിക് ഏർലി ഇൻ ദ മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് ആണ്. ഭയങ്കര മിഡ് ആഫ്റ്റർനൂൺ ഐ ഒന്നിനും കൊള്ളില്ല, വേസ്റ്റ് യൂസ്ഡ്. ആഫ്റ്റർനൂൺ ഇസ് വെരി ഹാർഡ്. നമ്മൾ ഇന്റർവ്യൂവിന്റെ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് ആണ്. പടപട എന്നാണ് ഈ റൗണ്ടിന്റെ പേര്. അതായത് പെട്ടെന്ന് ഉത്തരം പറയണം. വിചാരിക്കാതെ ഹിറ്റായ ഒരു പാട്ട് നിയോൺ റൈഡ്, ജെക്സ് വിജയുടെ. വിചാരിക്കാതെ ഹിറ്റായ ഒരു പാട്ട് പാലാപ്പള്ളി. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല.
മലപ്പള്ളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് ഉണ്ടാക്കിയതല്ലേ. അത് ഇറക്കാൻ നേരം ഞാൻ ഓർക്കുന്നത് ഞാൻ തന്നെ അത് മിക്സ് ചെയ്തത്. കാരണം ഐ ഡോണ്ട് തിങ്ക് അത്ര മതി എന്നൊക്കെ കരുതി. അങ്ങനെയല്ല, ഞാൻ കരുതി അത് എൻ്റെ ഒരു ജഡ്ജ്മെന്റിൽ പോവാം. ഇത്രയൊന്നും കൊളുത്തൊന്നും കരുതിയില്ല, പക്ഷെ അത് ഭയങ്കരമായിട്ട് കൊളുത്തി. ഏറ്റവും പെട്ടെന്ന് കിട്ടിയ ഒരു സ്കോർ കൽക്കി is just one take അത്ര ഞാൻ പാടി. ഞാനും അസിസ്റ്റന്റും ഉണ്ട്. ജസ്റ്റ് വൺ ടേക്ക് അത്രേ ഉള്ളൂ. അടിപൊളി. സമയമെടുത്ത സ്കോർ എങ്ങനെയാണ്? ഏറ്റവും സമയം എടുത്തത് തുടരുമായിരിക്കും. ആക്ച്വലി ലാലേട്ടൻ്റെ മാസ് സീൻസ് ഒക്കെ 4 ദിവസമൊക്കെ ഒരു സീനിലിരിക്കുക എന്ന് പറയുന്നത്, ഒരു സീൻ പ്രോബ്ലി 20 seconds 4 days ഞാൻ ഇരുന്നത്. ഇത് വരാൻ വേണ്ടി അല്ല, എന്താണ് മൂഡെന്ന് വരാൻ വേണ്ടി. അതുകൊണ്ട് ഡിഫറെന്റ് ഇറ്ററേഷൻസ് ട്രൈ ചെയ്തു. സൂപ്പർ. ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ്? പിയാനോ. That's what I play and I'm mostly connected to that. Okay. ഏറ്റവും സമയം എടുത്ത പാട്ട്? കൺമണി പൂവേ കുറച്ച് ടൈം എടുത്തു. പാട്ടല്ല എന്ത് പാട്ടാ വേണ്ടെന്നുള്ളതിലോട്ട് കുറച്ച് ടൈം ഡിസൈഡ് ചെയ്യാൻ. കൺമണി പൂവേ ഏകദേശം എത്ര കാലം എടുത്തുണ്ടോ? കൺമണി പൂവേ ഐ തിങ്ക് ദാറ്റ് എൻറ്റയർ സോങ് ദാറ്റ് പ്രോസസ് took us around month and a half maybe. month and a half or 2 ഫ്രം പാട്ടിലിരിക്കണ്ടേ, ഇത് മതിയോ, എങ്ങനെ പോകണം. കൂടുതലും പ്രൊക്രാസ്റ്റിനേറ്റിംഗ് ബിക്കോസ് ഐ വോണ്ട് ടു ഗെറ്റ് ദ ബെസ്റ്റ് വാട്ട് ടു ഡു എന്നുള്ള എനിക്ക് കൺഫ്യൂസ് ആകുമ്പോൾ ഞാൻ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും, മാറ്റി വെക്കും. പിന്നെ അത് എന്തെങ്കിലും ഒരു എനർജി എവിടെന്നെങ്കിലും വരാതെ തുടങ്ങില്ല. നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടാൻ നമ്മൾ ഇന്റർനെറ്റിൽ പോകും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു മ്യൂസിക് ഡയറക്ടർ ഇൻസ്പിറേഷൻ കിട്ടാൻ എന്താ ചെയ്യുക? പാട്ടുകൾ കേൾക്കുക, ഡെയിലി പാട്ടുകൾ കേൾക്കുക, അത് ആർട്ടിസ്റ്റിനെ ഫോളോ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ കേൾക്കുക, ഇന്റർവ്യൂസ് കാണുക. ദാറ്റ്സ് വാട്ട് ഐ ഡു. ആൻഡ് സിനിമകൾ കാണുക. എനിക്ക് സിനിമകൾ അല്ലെ പുതിയ സീരീസ് ഒക്കെ കാണുമ്പോൾ സ്കോറിൽ ഭയങ്കര ഐഡിയാസ് കിട്ടും. ജെക്സ് ബിജോയുടെ ഫേവറേറ്റ് 5 സ്കോർസ് ചോദിച്ചാൽ ഏതൊക്കെ പറയും? ഇറ്റ് വിൽ ബി Trendlessness, Social Network, one of my favorite. Trendlessness, Atticus Ross's Girl with the Dragon Tattoo. പിന്നെ Ludwig, Tenet. പിന്നെ Star Wars, John Williams. Any day. Then I like Hans Zimmer's Interstellar. Jake's last question. Jake's ബിജോയ് മ്യൂസിക് ഡയറക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? നല്ല കഥ, നല്ല ടീം, റിലേറ്റബിൾ ആവുന്ന ഡയറക്ടർ and a movie that makes a difference, like ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കണം മ്യൂസിക്കലി. സൂപ്പർ. ജെക്സ് ബിജോയുടെ മ്യൂസിക്കൽ സെലിബ്രേഷൻ തുടരട്ടെ. താങ്ക് യു ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. താങ്ക് യു. ജെക്സ് ബൈ.